അപ്പം അതാണ് പ്രശ്നം. ആസിഫ് ഒരു നെടുവീർപ്പോടെ മനുവിൻ്റെ വാക്കുകൾ മുഴുവൻ കേട്ടിരുന്നു. കേട്ടെടുത്തോളം ആസിഫിന് മനുവിൻ്റെ ഭാഗത്ത് തെറ്റൊന്നും തോന്നിയില്ല. പക്ഷേ ഒരു പെണ്ണ് തൻ്റെ ജീവിതം ഉപേക്ഷിച്ച് പോകണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടാകും. അതാരേക്കാളും ആസിഫിന് മനസ്സിലാവും. മോളെ പോയി കണ്ടോ നീ? ആസിഫ് മനുവിനെ ഇടം കണ്ടിട്ട് നോക്കി. മനു അതിന് നിശബ്ദനായി നിന്നതേ ഉള്ളൂ. അപ്പോൾ അല്ലിക്ക് മാത്രമല്ല വാശി, നീയും വാശിക്കൊട്ടും പിന്നിലല്ലല്ലോ. ആസിഫ് അവനെ കണ്ണുരുട്ടി നോക്കി. മനുവിന് അവൻ്റെ വാക്കുകൾ കേൾക്കെ ദേഷ്യം തോന്നി. നീ ഇതെന്തറിഞ്ഞിട്ടാ ഇത്രയും നേരം? പിന്നെ ഞാൻ എന്താണ് പറഞ്ഞത് ആസിഫ്? അവൾ എൻ്റെ വാക്കിനൊരു വില പോലും കൽപ്പിക്കാതെ ഇറങ്ങിപ്പോയതാണ്. മനുവിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നുപോയി. ഓഹോ, അപ്പോൾ അല്ലിയുടെ വാക്കിന് നീ വില കൽപ്പിച്ചിരുന്നു? ആസിഫിൻ്റെ ചോദ്യം മനുവിൻ്റെ ഉള്ളൊന്നുലച്ചു. അല്ലിയുടെ വാക്കുകൾ ശരിക്കും താൻ ചെവി കൊണ്ടിരുന്നുവോ? അവൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ തോന്നിയില്ല. അവൻ തോറ്റുപോകുന്നത് പോലെ തോന്നി. എടാ, നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം. നിനക്കറിയുമോ, ഞാനും സുഹറയും 4 കൊല്ലം പ്രേമിച്ചാണ് കെട്ടിയത്. എത്രയൊക്കെ അവളെ അറിയാമെന്ന് പറഞ്ഞാലും കല്യാണം കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങൾക്കിടയിൽ. ഏതാണ്ട് ഇതൊക്കെ തന്നെയായി എൻ്റെ വീട്ടിലും നടന്നത്. അവസാനം വീട് മാറിയപ്പോൾ പ്രശ്നങ്ങൾ പകുതി മാറി. ഉമ്മയും ഹാപ്പി, അവളും ഹാപ്പി. ആസിഫ് പറയുന്നത് കേൾക്കുന്നുവെങ്കിലും അവൻ്റെ മനസ്സിൽ മുഴുവൻ അല്ലി ഇറങ്ങിപ്പോയ ആ രംഗം മാത്രമാണ്. ഇത്രക്ക് അവൾ എന്നെ വെറുത്തുവോ? അവൻ പതിയെ ആസിഫിനെ നോക്കി. നീ പോയി അല്ലിയെ കണ്ട് സംസാരിക്കണം. നിങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തിയ തീരാവുന്നതേയുള്ളൂ നിങ്ങളുടെ പ്രശ്നം. ആസിഫ് അത് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. വീണ്ടും മനു ഒറ്റക്കായി. അവൻ അസ്വസ്ഥതയോടെ എന്തോ ഓർത്തുകൊണ്ട് ആസിഫിനൊപ്പം എഴുന്നേറ്റു. അമ്മേ, ഞാൻ ഇറങ്ങുവാ. രാവിലെ അജിത്ത് കടയിലേക്ക് പോവാനായി ഇറങ്ങുകയായിരുന്നു. അച്ഛനും അവൻ്റെ കൂടെയാണ് ഇറങ്ങാറ്. അവർക്കൊരു MIT ഉണ്ട്, അതിലാണ് ഇരുവരും പോവാറ്. അച്ഛനും ഷർട്ടിൻ്റെ കൈമടക്കി പുറത്തേക്ക് ഇറങ്ങി. ആശ അവർക്കുള്ള ചോറ്റുപാത്രം ധൃതിയിൽ ബാഗിലാക്കി. ഒപ്പം അവൾക്കുള്ളതും എടുത്ത് ഇറങ്ങാനായി നിൽക്കുവാണ്. അല്ലി അവർക്കുള്ള ചൂടുവെള്ളം കുപ്പിയിലാക്കിക്കൊണ്ട് ഹാളിലേക്ക് വന്നു. മാളൂട്ടി എഴുന്നേറ്റ് വരുന്നതേയുള്ളൂ. കുഞ്ഞിപ്പെണ്ണ് പല്ല് തേക്കാതെ സോഫയിൽ വന്നിരുന്ന് കൊച്ചു TV കാണുവാണ്. നീ മോളെ പല്ല് തേപ്പിച്ച് അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കല്ലേ? അമ്മ അടുക്കള പുറത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അല്ലി വന്ന് നോക്കുമ്പോൾ ആശയും അജിത്തും ആളൂട്ടിയും ഇടവും വലവും നിന്ന് കൊഞ്ചിച്ചു. പോകുന്നതിന് മുൻപ് ഒരു ഉമ്മ മേടിക്കാനുള്ള പുറപ്പാടാണ്. മാളൂട്ടി പല്ല് തേച്ചിട്ടില്ല, നിങ്ങൾ ചെല്ലു പിള്ളേരെ. അല്ലി അജിത്തിനെയും ആശയെയും നോക്കി പറയുമ്പോഴേക്കും ഇരുവരും ആളൂട്ടിയിൽ നിന്ന് ഉമ്മയും മേടിച്ചു പോകാനായി നിന്നു. അതൊന്നും ഞങ്ങൾക്ക് വിഷയമേ അല്ല. അജിത്ത് അല്ലിയെ നോക്കിയൊന്ന് പുച്ഛിച്ചു. മാളൂട്ടി ഒരു ഉമ്മയും കൂടി കൊടുത്ത് പുറത്തേക്കിറങ്ങി. മാളൂട്ടിയെ, അല്ലിയുടെ അച്ഛൻ പുറത്ത് മുറ്റത്ത് നിന്ന് വിളിക്കുന്നത് കേൾക്കെ അവളെയും പൊക്കിയെടുത്ത് അല്ലി മുറ്റത്തേക്ക് നടന്നു. വാ മുത്തശ്ശൻ്റെ മാളൂട്ടി. അല്ലിയുടെ അച്ഛൻ കൈ നീട്ടിയപ്പോൾ മാളൂട്ടിയോടെ ഓടി അച്ഛൻ്റെ കയ്യിലേക്ക് ചാടി. അവൾ പല്ല് തേച്ചിട്ടില്ല അച്ഛേ. അല്ലി മടിയോടെ കുഞ്ഞിനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കി. നീ ഇതുപോലെ പല്ല് തേക്കാതെ ഈ അച്ഛന് കുറേ ഉമ്മ തന്നതാ. അച്ഛൻ അവളെ ഒന്ന് ഇരുത്തി നോക്കിയപ്പോൾ അല്ലി മുഖം കുനിച്ച് ചിരിച്ചു. മുത്തശ്ശൻ വൈകിട്ട് വരുമ്പോൾ മിഠായി കൊണ്ടുവരാട്ടോ. മാളൂട്ടിയുടെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് അച്ഛൻ കുഞ്ഞിനെ അല്ലിക്ക് തന്നെ കൊടുത്തു. 3 കൂടി MITയിൽ കയറി. ആശയും അജിത്തും മാളൂട്ടി തിരിഞ്ഞു നോക്കി കൈവീശി കാണിച്ചപ്പോൾ അല്ലി ഒന്നുകൂടെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു. ഇനി എന്താണ് നിന്റെ അടുത്ത പ്ലാന് മനു? കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന മനുവിനെ ഉച്ചയ്ക്ക് കഴിക്കാൻ കാണാതെ വന്നപ്പോൾ അമ്മ മുറിയിൽ വന്ന് നോക്കി. അമ്മയുടെ ശബ്ദം കേൾക്കി അവൻ പതിയെ കണ്ണു തുടച്ചെഴുന്നേറ്റിരുന്നു. എന്തിൻ്റെ കാര്യമാണ് അമ്മ പറയുന്നത്? മനു പുരുകം ചൊളിച്ച് അമ്മയെ നോക്കി. അവൾ ഇന്നലെ എത്ര അഹങ്കാരത്തിലാണ് ഇറങ്ങിപ്പോയത്. ഇനിയും നിനക്ക് ആ ബന്ധം വേണോ? അമ്മ കട്ടിലിൻ്റെ ഒരറ്റത്തായി വന്നിരുന്നു കൊണ്ട് അവനെ ഇടം കണ്ണിട്ട് നോക്കി. അമ്മ എന്താണ് പറഞ്ഞു വരുന്നത്? മനു അവരെ ചൂഴ്ന്നു നോക്കി. അപ്പോഴേക്കും മൈഥിലി മുറിയിൽ കടന്നു വന്നു. നിങ്ങൾ രണ്ടാളും ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്ത കാര്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞു. മൈഥിലി അവനെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞു. മൈഥിലിയുടെ വാക്കുകൾ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. താനും അല്ലിയും അവളുടെ വീട്ടുകാരും പിന്നെ ആരെയും ഇത്ര പേർ മാത്രം അറിയുന്നൊരു രഹസ്യമാണ്. അതെങ്ങനെ ഇവരറിഞ്ഞു? മനു വിളറിയ മുഖത്തോട് അമ്മയെ നോക്കി. കഴിഞ്ഞത് കഴിഞ്ഞു. അവൾ പോയത് നന്നായെന്ന് കരുത്. അമ്മ അവനെ നയത്തിൽ നോക്കുന്നത് കണ്ടപ്പോൾ മനു അമ്മയെ ഇരുത്തി നോക്കി. അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അവൻ ഇരുവരെയും മാറി മാറി നോക്കി. അവരുടെ മുഖത്ത് പതിവില്ലാത്ത തെളിച്ചമുണ്ട്. അവൾക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നല്ലേ അതിനർത്ഥം? പിന്നെയും നീ എന്തിനാ മോനെ അവളെ ആലോചിച്ച് നടക്കുന്നത്? അമ്മ മൈഥിലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവളും അത് ശരിയെന്ന മട്ടിൽ തലയാട്ടി. മനുവിൻ്റെ മുഖം ചുവന്നു പോയി.
അല്ലി പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് ആദ്യമേ അറിയാം. പലപ്പോഴും അത് മിണ്ടാതെ മൗനം പാലിച്ചത് നിന്നത് വീട്ടിലൊരു പ്രശ്നം വേണ്ടെന്ന് കരുതിയാണ്. പക്ഷേ ഇവരിത് എന്തൊക്കെയാണ് പറയുന്നത്? അവൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ നിന്നു. നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? അമ്മ അവനെ ചൂഴ്ന്നു നോക്കി. മനുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം പോരെ ഇങ്ങനെയുള്ള ഉപദേശമൊക്കെ? അവൻ ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും രണ്ടാളുടെയും മുഖം വീർത്തു. പിന്നെ അവൻ ഗൾഫിലാണല്ലോ എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാതെ ഇവിടെ വന്നു നിൽക്കുന്നത് നിന്നോട് ഞാനൊന്നും പറയാത്തത്. പെങ്ങളെക്കുറിച്ച് കൊഞ്ചിച്ചു കൂടിപ്പോയി. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം രണ്ടാക്കാമെന്നല്ല മോളെ. മനു സമനില തെറ്റിയവനെ പോലെ മൈഥിലിക്ക് നേരെ കയർത്തു. അവളുടെ മുഖം മങ്ങുന്നത് കണ്ടെങ്കിലും അത് കണ്ടില്ല എന്ന് നടിച്ചു. ആഹാ, അവളിവിടെ നിൽക്കുന്നതേ നിന്റെ ഔദാര്യം കൊണ്ടല്ല. ഞാനും നിങ്ങളുടെ അച്ഛനും ഇവിടെ ഉള്ളിടത്തോളം ഇവൾക്കും നിനക്കും ഒരേ അവകാശമാണിവിടം. അമ്മ മകൾക്ക് വേണ്ടി വാദിക്കാൻ തുടങ്ങി. മനു ഒന്ന് നെടുവീർപ്പിട്ട് ഇരുവരെയും നോക്കി. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ജീവിതത്തിലേക്ക് കൂടുതൽ അഭിപ്രായം പറഞ്ഞു വരണ്ട എന്നേ പറഞ്ഞുള്ളൂ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. അവനത്രയും പറഞ്ഞ് വാതിൽ മലർക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അല്പനേരം കൊണ്ട് ബൈക്ക് വീട്ടുമുറ്റത്ത് നിന്ന് അകന്നു പോകുന്ന ശബ്ദം കേട്ടു. ഓ, അവനെ നന്നാക്കാൻ കഴിയില്ല. നീ ആര്യെ വിളിക്കുമോളി. അവളെ കൊണ്ട് ഇനി വല്ലതും നടക്കുകയുള്ളൂ. അമ്മ അന്തിച്ചു നിൽക്കുന്ന മൈഥിലിയെ നോക്കി പറഞ്ഞതും അവൾ ശരിയെന്ന മട്ടിൽ തലയാട്ടി. മൈഥിലിയുടെ മനസ്സിൽ പകയെരിഞ്ഞു. അല്ലി, അവൾക്ക് വേണ്ടിയാണ് തൻ്റെ ഏട്ടൻ ഇന്ന് തന്നോട് ദേഷ്യപ്പെട്ടത്. മൈഥിലി വാശിയോടെ മുഷ്ടി ചുരുട്ടി. പിന്നെ എന്തോ തീരുമാനിച്ച പോലെ ആര്യക്ക് വിളിച്ചു. ബൈക്ക് നേരെ ചെന്നു നിന്നത് കരിമ്പുഴ പാലത്തിനോട് ചേർന്നുള്ള വലിയ ആൽമരത്തിൻ്റെ കീഴിലാണ്. ഇവിടെ നിന്നുള്ള ഒരിടവഴിയിലൂടെ കയറിയ നേരെ അല്ലിയുടെ വീട്ടിലേക്കാണ്. അല്ലിയെ കാണാനെന്ന പോലെ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചത്. പക്ഷേ എന്തോ ഇവിടെ എത്തിയപ്പോൾ ഒരു ധൈര്യക്കുറവ്. അവൻ ഹാൻഡിൽ മുറുക്കെ പിടിച്ചു. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ വണ്ടി ആ ഇടവഴിയിലേക്ക് കയറ്റി. ഞാൻ യശോദയുടെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് വരാമേ അല്ലി. അവൾ എനിക്കിച്ചിരി ചേന തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടിച്ചുമാരലും തുടക്കലും കഴിഞ്ഞ് അല്ലിയും അമ്മയും ഇത്തിരി നേരം വെറുതെ ഇരുന്നപ്പോഴാണ് അമ്മയ്ക്ക് യശോദ ചേച്ചി ഇന്നലെ കൊടുക്കാമെന്ന് പറഞ്ഞ ചേനയുടെ കാര്യം ഓർമ്മ വന്നത്. യശോദ ചേച്ചിക്ക് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ആളുടെ പറമ്പിൽ വിളവെടുക്കുമ്പോൾ ഒരു ഓഹരി അല്ലിയുടെ വീട്ടിലേക്കുള്ളതാണ്. അവർക്ക് മാത്രമല്ല, അടുത്തുള്ള വീടുകളിലേക്ക് കുറച്ച് കൊടുക്കാറുണ്ട് യശോദ ചേച്ചി. മാത്രവുമല്ല, അല്ലിയുടെ വീടിനപ്പുറത്തായുള്ള ഇടവഴി നേരെ ചെല്ലുന്നത് ശിവന്റെ അമ്പലത്തിലേക്കാണ്. അവിടെ അമ്പലത്തിലെ അന്നദാനത്തിനും ഒരു ഭാഗം യശോദ ചേച്ചിയുടെ തോട്ടത്തിൽ നിന്നാവും. അതൊക്കെ കൊണ്ടാവും വിളവെടുപ്പ് വരുമ്പോൾ അവർക്ക് ഇന്നേ വരെ നഷ്ടങ്ങളൊന്നും തന്നെ ഇല്ലാത്തത്. ഞാനും വരണോ അമ്മേ? അല്ലി അടുത്തിരിക്കുന്ന മാളൂട്ടിയെ കുളിപ്പിക്കാൻ വേണ്ടി എണ്ണ തേപ്പിക്കുവാണ്. കുഞ്ഞിപ്പെണ്ണ് കയ്യിലും കാലും ഇളക്കി കളിക്കുവാണ്. വേണ്ട, നീ ഇവിടെ നിന്നാ മതി. ഞാൻ വരുമ്പോഴേക്കും മോളെ കുളിപ്പിക്ക്. അമ്മ അത് പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. അല്ലി മോളെയും കൊണ്ട് പിന്നാമ്പുറത്തേക്കും. അമ്മ പോയേ മാളൂട്ടി? കൈ ചൂണ്ടി പുഴയിലേക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ പുഴയിൽ കുളിച്ച് പരിചയമില്ല. വെള്ളം മാറിയതിൻ്റെയാണെന്ന് തോന്നുന്നു. രാത്രി നല്ല ചുമയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുഴയിൽ കൊണ്ടുപോയില്ല. ഒരു ഡബ്ബയെടുത്ത് അതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് കുഞ്ഞിനെ ഇരുത്തി. സോപ്പ് കൊണ്ട് ദേഹം തേച്ചു കൊടുക്കുമ്പോഴാണ് പാടത്തൂടെ ഹോണടിച്ചുകൊണ്ടൊരു ബൈക്ക് വരുന്നത് കണ്ടത്. ഒറ്റ നോട്ടത്തിൽ അത് മനുവേട്ടനാണെന്ന് മനസ്സിലായി. എന്തോ ഹൃദയം വല്ലാതെ മിടിക്കുന്നു. ബൈക്കിൻ്റെ ഹോണടി അടുത്തുകൊണ്ടിരിക്കുന്നു. മാളൂട്ടിക്കും അപ്പയുടെ ബൈക്കാണെന്ന് മനസ്സിലായി. അവൾ കണ്ണുമിഴിച്ച് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് നോക്കുന്നുണ്ട്. അമ്മി, അപ്പ. മാളൂട്ടി അല്ലിയുടെ കയ്യിൽ നിന്ന് കുതറി. അപ്പോഴേക്കും മനു വീട്ടുമുറ്റത്ത് ബൈക്ക് നിർത്തിയിറങ്ങി. അപ്പേ? മാളൂട്ടി ഉറക്കെ വിളിക്കുന്നുണ്ട്. അത് മനു കൃത്യമായി കേട്ടു. മാളൂട്ടി, അടങ്ങിയിരിക്ക്. അല്ലി ഒച്ചയെടുത്തു. പക്ഷേ മോൾ അവളുടെ കയ്യിൽ നിന്ന് കുതറിക്കൊണ്ടിരുന്നു. മനു മനസ്സൊന്ന് ശാന്തമാക്കി പിന്നാമ്പുറത്തേക്ക് നടന്നു. അവിടെ അല്ലി മോൾ ബാത്റൂമിലിരുത്തി കുളിപ്പിക്കുന്നതാണ് കാണുന്നത്. മാളൂട്ടിയാണെങ്കിൽ തന്നെ കണ്ടതും സന്തോഷത്തോടെ കുതറുന്നുണ്ട്. അല്ലി മനു വന്നതറിഞ്ഞിട്ടും അവനെ നോക്കാതെ മോളെ കുളിപ്പിക്കുവാണ്. മനുവിൻ്റെ കണ്ണുകൾ അത്രയും അല്ലിയിൽ തന്നെ തറഞ്ഞു നിന്നു. അപ്പേ? മാളൂട്ടി അല്ലിയുടെ കൈകൾ തട്ടിമാറ്റി അവളെ എടുക്കാനായി മനുവിന് നേരെ കൈ രണ്ടും ഉയർത്തി കാണിച്ചു. മാളൂട്ടി, നീ അമ്മയുടെ കയ്യിൽ നിന്ന് അടി മേടിക്കുമേ? അല്ലി ദേഷ്യത്തിൽ മോളെ നോക്കി. തന്നോടുള്ള ദേഷ്യമാണ് മോളോട് തീർക്കുന്നത്. മനു ഒന്ന് നെടുവീർപ്പിട്ടു. അപ്പയുടെ മോള് കുളിച്ച് സുന്ദരിയാവണ്ടേ? കുളിച്ചിട്ട് അപ്പ എടുക്കാട്ടോ. മോളോട് പറഞ്ഞപ്പോഴേക്കും അവളുടെ ചുണ്ടുകൾ പുറത്തേക്കുന്തി. അമ്മ ചീത്തയാ, അപ്പ കുപ്പിച്ചാൽ മതി.
മോള് വാശിയോടെ മനുവിനെ നോക്കി. അതോടെ കേട്ടപ്പോൾ അല്ലിക്കൊന്നോടെ ദേഷ്യം വന്നു. അവൾ കനപ്പിച്ച് മനുവിനെ ഒന്ന് നോക്കി. അവൻ നിസ്സഹായനായി അവളെ തന്നെ നോക്കി നിൽക്കുവാണ്. അവൻ മുഖമെല്ലാം വാടി തളർന്നിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ആകെ അവശനായ പോലെ. നല്ലത് പറയാൻ വായിൽ വന്നതാണ്. പക്ഷേ ആ മുഖം കണ്ടപ്പോൾ പിന്നെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി. മനു ഷർട്ടിൻ്റെ കൈ നന്നായി തെറുത്ത് കയറ്റി മോളെ കുളിപ്പിക്കാൻ തുടങ്ങി. അല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വന്ന് കട്ടിലേക്ക് തളർന്ന് വീണു. എത്രയൊക്കെ ധൈര്യത്തോടെ പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോഴും പറ്റാത്തതുപോലെ, മനുവേട്ടനെ കാണുമ്പോൾ കഴിയാത്ത പോലെ. പക്ഷേ അനുഭവിച്ചത് ഓർക്കുമ്പോൾ വേണ്ട, ഒന്നും വേണ്ട. അവൾ വാശിയോടെ കണ്ണുകൾ അമർത്തി തുടച്ചു. അപ്പോഴേക്കും മനു കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് മോളെയും കൊണ്ട് വരുന്നുണ്ട്. അമ്മ ബാ, നമുക്ക് അപ്പയുടെ ഒപ്പം പോവാ. മാളൂട്ടി തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നത് കേട്ടതും അല്ലിക്ക് ദേഷ്യം ഇരച്ചു കയറി. അമ്മ എങ്ങോട്ടും ഇല്ല, അപ്പയുടെ കൂടെ പോവേണ്ടവരൊക്കെ പൊയ്ക്കോ. മാളൂട്ടിയോട് ഒച്ചെടുത്തുകൊണ്ട് അവൾ മനുവിന് നേരെ നോക്കി. മോളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇനിയും എൻ്റെ ജീവിതത്തിലോട്ട് വരണ്ട മനുവേട്ട. ആരെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചോളൂ. പക്ഷെ അതിലിനി ഈ അല്ലിയെ പെടുത്തേണ്ട. അവൾക്കിതപ്പോടെ പറഞ്ഞു നിർത്തി. അവന് മുൻപിൽ വാതിൽ കൊട്ടിയടച്ചു. മനു തറഞ്ഞു നിന്നുപോയി. ഇത്രയ്ക്ക് വെറുത്തു പോയോ അല്ലി നീ എന്നെ? അവനിൽ നിന്നൊരു ഗദ്ഗതമുയർന്നു. അവൻ തളർച്ചയോടെ ഭിത്തിയിലേക്ക് കൈകൾ ചേർത്ത് വെച്ചു നിന്നു. അപ്പേ. ചുവന്ന് കലങ്ങിയ കണ്ണുകളോട് മനു താഴേക്ക് മിഴികളൂന്നി. ഒന്നും മനസ്സിലായില്ല എങ്കിലും കണ്ണു നിറച്ചുകൊണ്ട് മാളൂട്ടി അവനെ നോക്കുകയാണ്. അമ്മച്ചപ്പയോട് ദേഷ്യ? ആ കുഞ്ഞിക്കണ്ണുകൾ നിറഞ്ഞു വരുന്നത് കണ്ടതും മനു മാളൂട്ടിയെ വാരിയെടുത്തു. അപ്പോൾ പോണ്ട. മാളൂട്ടി അപ്പൻ്റെ ഷർട്ടിൽ അള്ളി പിടിച്ചുകൊണ്ട് ആ തോളിലേക്ക് മുഖം പൂഴ്ത്തി. സാധാരണ സങ്കടം വരുമ്പോൾ മാത്രമേ കുഞ്ഞങ്ങനെ അവൻ്റെ തോളിലേക്ക് മുഖം പൂഴ്ത്തി കിടക്കാറുള്ളൂ. അത് മനസ്സിലായ പോലെ അവൻ കുഞ്ഞിൻ്റെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. യശോദ ചേച്ചിയുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് ചേനയും കപ്പയും കൊണ്ടുവരുന്ന അമ്മയെ കണ്ടപ്പോൾ മനുവൊന്ന് പകച്ചുകൊണ്ട് ഉമ്മറത്ത് തന്നെ നിന്നു. ഇരു കൈയിലും സാധനം കൊണ്ട് വിയർപ്പും തൂത്തു വരുന്ന അമ്മയെ അവനെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയെങ്കിലും വലിയ ഭാവഭേദമില്ലാതെ സാധനം ഇറത്തോട്ട് കയറ്റി വെച്ച് കയ്യിലെ തോർത്തുകൊണ്ട് മുഖം തുളച്ച് അകത്തേക്ക് കയറി. മനു അപ്പ് വന്നു. ഒട്ടും മുഖവിരയില്ലാതെ അമ്മ അവനെ നോക്കി. മാളൂട്ടി അവൻ്റെ തോളിൽ അതേ കിടപ്പാണ്. അമ്മമ്മ വന്നത് കണ്ടപ്പോൾ കണ്ണൊന്നുയർത്തി നോക്കിയ ശേഷം അതേപടി കിടന്നു. കുറച്ചായി അമ്മേ. അവൻ ചെറിയ മടിയോടെ മുഖം കുനിച്ച് പറഞ്ഞു. അവരൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അകത്തേക്ക് കയറി. ഇരിക്ക്, ഞാൻ ചായ ഇടാം. അകത്തേക്കൊന്ന് പാളി നോക്കി അമ്മ. അല്ലയുടെ മുറി അടഞ്ഞു കിടക്കുന്നത് കണ്ട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മനുപതിയെ തലയാട്ടി അമ്മ അകത്തേക്ക് കയറിപ്പോയി. അവൻ മോളെ മടിയിലിരുത്തി അതേ ഇരിപ്പിരുന്നു. ഈ സമയം കൊണ്ട് അവൾ പുറത്തേക്ക് വരുമെന്ന് വെറുതെ ഒരാഗ്രഹം. പക്ഷേ അവൾ വന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ചായയുമായി ഉമ്മറത്തേക്ക് വന്നു. അവൻ ചായ മേടിച്ച് പതിയെ ഊതി കുറച്ച് മാളൂട്ടിയുടെ ചുണ്ടിലേക്കും വെച്ചു കൊടുത്തു. അമ്മയധികം അവിടെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോയി. മനുവിന് വല്ലാതെയായി. മുൻപ് ഈ വീട്ടിൽ വന്ന അമ്മയും അച്ഛനും ആശയും അജിത്തുമെല്ലാം എന്ത് സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത്. എന്നാലിപ്പോൾ ഇത്രയ്ക്ക് വലിയ തെറ്റാണോ താൻ ചെയ്തത്? മനുവല്ലായ്മയോടെ അമ്മ പോയ വഴിയെ ഒന്ന് നോക്കി. അതേസമയം തന്നെ അല്ലിയുടെ മുറി തുറക്കപ്പെട്ടു. അവൻ്റെ കണ്ണുകൾ അത് കാണി തിളങ്ങി. ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞ് ഉമ്മറത്തേക്ക് വന്ന് മനുവിൻ്റെ അച്ഛനെ നോക്കുമ്പോൾ ഗേറ്റ് കടന്നൊരു സ്കൂട്ടി വരുന്നുണ്ട്. മനുവിൻ്റെ അച്ഛനൊന്ന് സൂക്ഷിച്ചു നോക്കി. സ്കൂട്ടിയിൽ ആര്യയെ കണ്ടതും ആളുടെ മുഖം വലിഞ്ഞു മുറുകി. അയാൾ കയറ്റി വെച്ച മുഖവുമായി തിണ്ണയിലിരുന്ന് പത്രമൊന്ന് നോക്കി. അപ്പോഴേക്കും ആര്യ സ്കൂട്ടി ഒതുക്കി നിർത്തി അകത്തേക്ക് കയറി. അച്ഛനത് ശ്രദ്ധിക്കാതെ തന്നെ ഇരുന്നു. അച്ഛനെന്താ ഇവിടെ വന്നിരിക്കുന്നത്? ആര്യ അച്ഛനെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ വീട്ടിൽ എവിടെ ഇരിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അച്ഛൻ ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവളെ നോക്കി. ആര്യയുടെ മുഖം വിളറി വെളുത്തു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. അവളെന്തോ പറയാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം അത് തടഞ്ഞു. നീ പഴയ ബന്ധം സ്ഥാപിക്കാനുള്ള വരവാണ് ഇതെല്ലാമെന്ന് നന്നായി അറിയാം എനിക്ക്. എത്രയായാലും നിന്നേക്കാൾ ഓണം കൂടുതൽ ഉണ്ടതല്ലേ ഞാൻ. ആ കളി ഇവിടുത്തെ അമ്മയോടും മനുവിനോടുമേ നടക്കുള്ളൂ. എൻ്റെ അടുത്തത് വേണ്ട, കേട്ടല്ലോ. അച്ഛൻ അവളെ അമർത്തി നോക്കി അകത്തേക്ക് കയറിപ്പോയി. ആര്യ പകപ്പോട് അച്ഛൻ പോകുന്നത് നോക്കി നിന്നു. അച്ഛൻ എന്നോട് പണ്ടും ഇഷ്ടമില്ല എന്നറിയാം, പക്ഷേ ഇത്രയ്ക്ക് വെറുപ്പുണ്ട് എന്നറിയില്ലായിരുന്നു. അവൾ വല്ലായ്മയോട് അച്ഛൻ പോകുന്നത് നോക്കി നിന്നു. അപ്പോഴേക്കും മനുവിൻ്റെ അമ്മ ഉമ്മറത്തേക്ക് വന്നു. ആ ആര്യമോൾ എന്താ അവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. മനുവിൻ്റെ അമ്മ പുഞ്ചിരിയോടെ അവളെ അകത്തേക്ക് വിളിച്ചു.
അമ്മയുടെ കൂടെ മൈഥിലി ഉമ്മറത്തേക്ക് വന്നു. എന്താ മൈഥിലി വിളിപ്പിച്ചത്? ആര്യ സംശയത്തോടെ മൈഥിലിയെ നോക്കി. മൈഥിലിയുടെ കൂടെ പഠിച്ചതാണ് ആര്യ. ഇരുവരും ഒരേ പ്രായക്കാർ, പണ്ട് മുതലേ ഉറ്റ കൂട്ടുകാർ. മൈഥിലിയുടെ കൂടെ വീട്ടിലേക്ക് വന്നാണ് മനുവും ആര്യയും തമ്മിൽ ഇഷ്ടത്തിലായതുപോലും. പക്ഷേ അന്ന് മനുവിൻ്റെ അമ്മ അവരുടെ പ്രണയത്തിനെതിരായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ആര്യയുടെ വീട്ടിലെ സാമ്പത്തികം. പക്ഷേ ഇന്ന് ആര്യയുടെ അവസ്ഥ അതല്ല. അതാണ് മനുവിൻ്റെ അമ്മയുടെ ഈ ചാഞ്ചാട്ടത്തിന് കാരണവും. മനു അല്ലയെ ഡിവോഴ്സ് ചെയ്യാൻ പോവാണെന്ന് അറിഞ്ഞോ നീ? മൈഥിലി പരിഹസ്യതയോടെ അവളെ നോക്കി. ആര്യ അത് കേൾക്കെ ചെറുതായെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അറിയാമെന്ന മട്ടിൽ തലയാട്ടി. എന്നെ ഇന്നലെ കാണാൻ വന്നിരുന്നു. അല്ലിയുടെ ആങ്ങളയുടെ കടയിലേക്ക് ഞാൻ വരാൻ പറഞ്ഞു. അവനൊന്ന് കാണട്ടെ ചേച്ചിയുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീക്കൊപ്പം സംസാരിക്കുന്നത്. ആര്യ കുറച്ച് അഹങ്കാരത്തോടെ തന്നെ പറയുന്നത് കേട്ടപ്പോൾ മനുവിൻ്റെ അമ്മ പുച്ഛത്തോടെ ചിരിച്ചു. പക്ഷേ ഇപ്പോൾ അതല്ല പ്രശ്നം. മൈഥിലി ആര്യയെ ഉറ്റുനോക്കി. ആര്യ എന്താണ് എന്ന മട്ടിൽ പുരികം ചൊളിച്ചു. മനുവേട്ടന് വല്ലാത്ത മാനസാന്തരം. തീറ്റയും കുടിയൊന്നുമില്ല. ഇങ്ങനെ പോവാണെങ്കിൽ ആള് പിന്നെയും അല്ലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കും. മൈഥിലി കലിയോടെ കൈകൾ കൂട്ടിത്തിരുമ്മി. അത് കേൾക്കെ ആര്യ മനസ്സിലാവാതെ അവളെ നോക്കി. അതിനിപ്പോൾ എന്താ ചെയ്യുക? അവർ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ മനുവിന് നല്ല വിഷമമുണ്ട്. അതെന്നോട് പറയുകയും ചെയ്തു. ഞാൻ ആവുമ്പോലെ പറഞ്ഞു സമാധാനിപ്പിച്ചിട്ടുണ്ട്. ആര്യ പറയുന്നത് കേട്ടപ്പോൾ മനുവിൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. നീ എന്തിനെ സമാധാനിപ്പിക്കാൻ പോയത്? നന്നായി എരിവേറ്റി കൊടുത്തൂടെ? ഇല്ലേ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല ആര്യ. അമ്മ പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു ആര്യ. എല്ലാത്തിനും ഓരോ സമയമുണ്ട് അമ്മേ. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എനിക്കറിയാം മനുവിനെ എങ്ങനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന്. ഒരിക്കൽ നിങ്ങൾ കാരണം തന്നെയാ അവനെ എനിക്ക് നഷ്ടമായത്. അവൾ പറയുന്നത് കേട്ടപ്പോൾ അത്ര നേരം പുഞ്ചിരിയോടെ നിന്ന മനുവിൻ്റെ അമ്മയുടെ മുഖം മാറി. അവർ മുഖം കുനിച്ചു നിന്നു. അത് വിട്. ഇപ്പം എനിക്കൊരവസരം വന്നതാണ്. ഇത് ഞാൻ നഷ്ടപ്പെടുത്തില്ല. അവൾ അത്രയും പറഞ്ഞ് അച്ഛൻ കയറിപ്പോയ മുറിയിലേക്കൊന്ന് പാളി നോക്കി. മനുവിന് മാത്രമല്ലല്ലോ, ഇവിടുത്തെ അച്ഛനും വലിയ സങ്കടമാണല്ലോ അവൾ പോയതിൽ. ആര്യ പുച്ഛത്തോടെ ചോദിക്കുന്നത് കേട്ടപ്പോൾ മൈഥിലിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. അച്ഛൻ്റെ പെറ്റല്ലേ അവള്? മൈഥിലി ചുണ്ടുകൂട്ടി പറഞ്ഞു. അത് കേട്ടപ്പോൾ ആര്യ ഒന്ന് ചിരിച്ചു. അത് വന്ന് കയറിയപ്പോഴേ അച്ഛൻ നിന്ന് മനസ്സിലായി. ആര്യ ഒന്ന് ദീർഘനിശ്വസിച്ചു. ശേഷം അവരോട് യാത്ര പറഞ്ഞിറങ്ങി. അല്ലിമുറിയിൽ നിന്നിറങ്ങി മുടിയും വാരിക്കെട്ടി നേരെ അടുക്കളയിലേക്കാണ് പോയത്. മോളുടെ ശബ്ദം ഉമ്മറത്തുനിന്ന് കേട്ടിട്ട് പോലും അവളൊന്ന് ഉമ്മറത്തേക്ക് വന്ന് നോക്കിയില്ലല്ലോ. മനുവിന് വല്ലാത്ത പരിഭവം തോന്നി. തന്നെ തോൽപ്പിക്കാനാണ്, മനഃപൂർവ്വം നോക്കാത്തതാണ്. അവൻ കുഞ്ഞിനെ നിലത്തേക്ക് നിർത്തി മാള് നോക്കിയ ശേഷം അവൻ്റെ കൈകളിൽ പിടിച്ചകത്തേക്ക് വിളിച്ചു. അപ്പം ബാ, അമ്മയുടെ പിണക്കം മാറി. ആ കുഞ്ഞിക്കണ്ണുകൾ നിറയുന്നത് കാണെ നെഞ്ചു വിങ്ങിപ്പൊട്ടി. പതിയെ ഒടിഞ്ഞ ചായ ഗ്ലാസും കൊണ്ട് അകത്തേക്ക് നടന്നു. അവൻ വന്നത് കണ്ടില്ലേ നീ? മുഖം കഴുകിയല്ലേ അടുക്കളയിൽ ചെല്ലുമ്പോൾ അമ്മ കൊണ്ടുവന്ന കപ്പയും ചേനയും കൂടി പുഴുങ്ങി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അവളെ ഒന്ന് നോക്കി അമ്മ വീണ്ടും ആ പണിയിൽ തന്നെ ഏർപ്പെട്ടു. അവൾ ചുരിദാറിൻ്റെ തലപ്പ് കൊണ്ട് തുടച്ച് ബേസിൻ കിടന്ന പാത്രങ്ങൾ കഴുകി വെക്കാൻ തുടങ്ങി. കണ്ടു അമ്മേ, അവളുടെ പതിഞ്ഞ ശബ്ദം. നിന്റെ ജീവിതമാണ്, നീ തീരുമാനിക്ക്. സമയം ഇനിയും വൈകിയിട്ടില്ല. അമ്മ അവളെ കരുണയോടെ നോക്കി. അവളിടറിയ മിഴികളോടെ തിരിഞ്ഞൊന്നു നോക്കി. ഞാൻ തിരികെ പോകണമെന്നാണോ അമ്മ പറയുന്നത്? അവളുടെ സ്വരമിടറി. അങ്ങനെ അമ്മ ഒരിക്കലും പറയില്ല. ഇത് നിന്റെ കൂടെ വീടാണ്. എനിക്കും അച്ഛനും ജീവനുള്ളിടത്തോളം കാലം ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ അതല്ല മോളെ, മാളൂട്ടി. അവൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം വേണം. അമ്മ പാതി നിർത്തി അവളെ നോക്കി. ഒന്നും കേൾക്കുന്നില്ല എന്ന മട്ടിൽ പാത്രം കഴുകുക തന്നെയാണ്. പക്ഷേ ഭിത്തിക്കപ്പുറം മനുവെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അമ്മയോട് വല്ലാത്ത ബഹുമാനം തോന്നി. ഒരു നിമിഷം അവൻ സ്വന്തം അമ്മയെ ഒന്ന് ചിന്തിച്ചു നോക്കി. സ്വന്തം മകൻ്റെ ജീവിതം എത്ര നിസ്സാരമായി കാണുന്നൊരു സ്ത്രീ. അവൻ അല്ലി പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പ, അമ്മൻ്റെ അടുത്ത് പോകണം. മാളൂട്ടി മനുവിൻ്റെ കൈകളിൽ പിടിച്ചു വലിക്കാൻ തുടങ്ങി. മനു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. അല്ലിയുടെ അമ്മയും അവളും മനുവെ അങ്ങോട്ട് കയറി വരുമെന്ന് വിചാരിച്ചില്ല. ഇരുവരും പകപ്പോടെ അവനെ നോക്കി. മനു ഒന്നും മിണ്ടാതെ മോളെ നിലത്തേക്ക് നിർത്തി. ഇരുവരെയും ഒന്ന് നോക്കാതെ അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി നിന്ന അമ്മ നെടുവീർപ്പോടെ അല്ലിയെ നോക്കി. അവൾ അപ്പോഴും ആരോടോ ഉള്ള വാശി പോലെ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നു. എന്തൊക്കെ വന്നാലും ശരി, എനിക്കെൻ്റെ അല്ലിയെയും മോളെയും വേണം ആസിഫെ. ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് മനു ആസിഫിൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചു. ആസിഫ് മനുവിൻ്റെ മനസ്സ് മനസ്സിലാക്കിയെന്ന പോലെ ഒന്ന് തലയാട്ടി എന്തോ ആലോചിച്ചു.
കാര്യം അല്ലി അവളുടെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാവും നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ആസിഫ് പറയുന്നത് കേട്ടപ്പോൾ മനു ലജ്ജയോടെ മുഖം കുനിച്ചു. ഇപ്പോഴും അവൾ അനുഭവിച്ചതിൻ്റെ തീവ്രത അവന് മനസ്സിലാവുന്നില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട് മനു, ഒരു പെണ്ണും വെറും അമ്മായിയമ്മ നാത്തൂൻ പോരി കൊണ്ട് മാത്രം വീട്ടിൽ നിന്നിറങ്ങി പോകില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മിക്ക വീടുകളിലും ഡിവോഴ്സ് നടന്നേനെ. എനിക്ക് തോന്നുന്നത് ആര്യയുടെ കാര്യവും അവർ അല്ലിയുടെ മനസ്സിൽ ഇഞ്ചക്ട് ചെയ്തിരിക്കും. അതാണ് അല്ലി എല്ലാം ഉപേക്ഷിച്ച് പോയതിൻ്റെ കാരണവും. ആസിഫ് പറയുന്നത് കേൾക്കെ മനുവിൻ്റെ പുരികം ചുളിഞ്ഞു. അങ്ങനെ ഉണ്ടാവുമോ? തൻ്റെ വീട്ടുകാർ അത്രയ്ക്ക് അധംപതിക്കുമോ? ഇനി ഞാനെന്താ ചെയ്യേണ്ടത് ആസിഫ്? നിലതെറ്റി നിൽക്കുവാണ് ഞാൻ. എനിക്കൊരാളുടെ അഡ്വൈസ് അത്യാവശ്യമാണ്. നിനക്കറിയാമോ, ഒരാഴ്ചയായി ഞാൻ ഓഫീസിൽ പോലും പോകാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. ഇങ്ങനെ തുടർന്ന് ആ ജോലിയും പോയി കിട്ടും. മനു വേദനയോടെ തലതടവി. ആസിഫ് കാര്യം മനസ്സിലായെന്ന മട്ടിൽ മനുവിനെ ആശ്വസിപ്പിച്ചു. നീ സമാധാനിക്കും മനു. ആദ്യം നമുക്കറിയേണ്ടത് ആര്യയ്ക്കിതിലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ്. ഇനിയില്ലെങ്കിൽ തന്നെയും ആര്യയുമായുള്ള നിന്റെ ഫ്രണ്ട്ഷിപ്പ് നീ കുറക്കണം. എത്രയൊക്കെ ആയാലും ആദ്യ കാമുകിയുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു ഭാര്യയും സപ്പോർട്ട് ചെയ്യില്ല. അല്ലിക്കാണ് ഇങ്ങനെ വരുന്നത് എങ്കിൽ നീ അവളെ സംശയിക്കില്ലേ? ആസിഫിൻ്റെ ചോദ്യത്തിന് മനു യാന്ത്രികമായി തലയാട്ടി. ശരിയാണ്, അല്ലിക്ക് അങ്ങനെ ഒരു പ്രണയമുണ്ടായിരുന്നു എന്നതറിഞ്ഞെങ്കിൽ തകർന്നു പോയേനെ താൻ. അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അതേസമയം താൻ എത്ര സ്വാർത്ഥനാവുന്നു എന്ന ചിന്തയും അവനെ അലട്ടി. അതാണ് പറയുന്നത്, ഇനി അങ്ങോട്ട് നമുക്കൊരു പ്ലാൻ വെക്കാം. ആദ്യം എല്ലാവരെയും നന്നായി നിരീക്ഷിക്കണം നീ. അവിടെ തന്നെ നിനക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാവും. ആസിഫ് അത്രയും പറഞ്ഞപ്പോഴേക്കും ചിലരൊക്കെ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക് വിശേഷം പങ്കുവെക്കാനായി എത്തി. നാട്ടിലെ ചേട്ടന്മാർ തന്നെയാണ്. അവരോട് ചെറുതായി സംസാരിച്ച് മനു പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു. ആസിഫ് പറഞ്ഞ പോലെ ഞങ്ങൾക്കിടയിൽ ആരാണ് കളിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. മനുവിൻ്റെ മനസ്സിലേക്ക് അല്ലിയുടെയും മോളുടെയും മുഖം മിഴിവോടെ തെളിഞ്ഞു വന്നു. പതിയെ അവൻ്റെ കണ്ണുകൾ ഈറനായി. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അമ്മേ, മോളെ അമ്മ നോക്കില്ലേ? വൈകുന്നേര സമയമായപ്പോൾ അല്ലി കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുത്ത് അലക്കാനുള്ള കുറച്ച് ഡ്രസ്സും എടുത്ത് ബക്കറ്റിലിട്ട് പുഴക്കരികിലേക്ക് നടന്നു. നല്ല തെളിഞ്ഞ വെള്ളമാണ്. അവൾ ബക്കറ്റ് പാറപ്പുറത്ത് വെച്ച് അഴിയാറായ മുടി അഴിച്ചു. എണ്ണ ഒന്നുകൂടെ തേച്ച് പിടിപ്പിച്ചു. നല്ല ഭംഗിയുള്ള കാലാവസ്ഥ. ചാലിയാർ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവൾ പതിയെ കാല് വെള്ളത്തിലേക്കിട്ട് വെച്ച് മുൻപിലെ പുഴയിലേക്ക് നോക്കിയിരുന്നു. പണ്ടിങ്ങനെ ഒരുപാട് നേരം ഇരിക്കാറുണ്ട് ഞാനും യശോദ ചേച്ചിയുടെ മകൾ ആവണിയും. തൻ്റെ കുഞ്ഞിലെ മുതലുള്ള കൂട്ടാണ് ആവണി. ആവണിയും അല്ലിയും അങ്ങനെ ക്ലാസ്സിലുള്ളവരെല്ലാം വിളിക്കാറുള്ളൂ. ഒരുമിച്ചല്ലാതെ തങ്ങളുടെ പേര് പോലും ആരും വിളിക്കാറില്ല. പലരും ചോദിക്കാറുണ്ട് ഇരട്ടകളാണോ എന്ന്. മുഖത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നല്ലാതെ രൂപത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്ത രണ്ട് പാവാടക്കാരികൾ. ഓർമ്മയിൽ അല്ലിയൊന്ന് ചിരിച്ചു. അന്നൊക്കെ 4 മണി കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് വരുമ്പോഴേ നേരെ ഉടുക്കാനുള്ള തുണിയുമെടുത്ത് പുഴക്കരികിലേക്ക് പോരും. പിന്നെ 1.5 മണിക്കൂർ പുഴക്കരികൾ തന്നെ. പാട്ടും ബഹളവും ഒപ്പം നീന്തൽ മത്സരവും. ആശയും കൂടെ രേവതിയും. അവർ അപ്പുറത്തുള്ള ഇരട്ടക്കുഴിക്ക് മുകളിലുള്ള പാറയുടെ അവിടെയാണ് അവർ കുളിക്കുക. അമ്മ കണ്ട വഴക്ക് കേൾക്കും ഇരട്ടക്കുഴിയുടെ അവിടെ ചെന്ന. പക്ഷേ ആശയോടും രേവതിയോടും പറഞ്ഞിട്ട് കാര്യമില്ല, പേടിയില്ലാത്തവർ. ആ അല്ലി മോളോ? പിന്നിൽ നിന്നുള്ള വിളി കേൾക്കെ തിരിഞ്ഞു നോക്കി. യശോദാമ്മയാണ്. അല്ലി ഒന്ന് ചിരിച്ചു. ശേഷം പതിയെ എഴുന്നേറ്റു. എന്താ മോളെ ഒറ്റയ്ക്ക്? മാളൂട്ടിയെ കൊണ്ട് വന്നില്ലേ? യശോദാമ്മ അലക്കാനുള്ള തുണി കല്ലിൻ്റെ മുകളിൽ എടുത്തു വെച്ച് ഒരു കഷ്ണം ബാർ സോപ്പും എടുത്ത് അല്ലിയെ നോക്കി. അവളും അടുത്തുള്ള കല്ലിന്മേൽ അലക്കാനുള്ള മാക്സി എടുത്തു വെച്ച് അലക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇല്ലേച്ചി, വന്നാലേ ഒരു പണി നടക്കില്ല. വെള്ളത്തിൽ കളിക്കാൻ വാശി പിടിക്കും. അല്ലി തലചരിച്ച് ചേച്ചിയെ ഒന്ന് നോക്കി. അവർ അതിന് ചിരിച്ചു. മനിക്കുഞ്ഞ് ഇന്ന് വന്നിരുന്നോ മോളെ? അവനെ കണ്ടതുപോലെ. യശോദ ചേച്ചിയുടെ ചോദ്യം കേൾക്കെ ഞെട്ടലോടെ മുഖം കുനിഞ്ഞു. ഇവരോടൊക്കെ മനുവേട്ടൻ ബാംഗ്ലൂർ പോയി എന്നാണ് പറഞ്ഞിരുന്നത്. അവൾ വിളറിയ ചിരിയോടെ ചേച്ചിയെ ഒന്ന് നോക്കി. ആ വന്നിരുന്നു ചേച്ചി. നാളെ പോവുകയാണ് തിരിച്ച് ഓഫീസിൽ ആവശ്യത്തിന്. അതിനു മുൻപ് മോളെ കാണാൻ വന്നതാ. എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. യശോദ ചേച്ചിക്ക് അതൊരു കള്ളമാണെന്ന് തോന്നിയില്ല. ഇന്നിത് പറഞ്ഞ് പിടിച്ചു നിൽക്കാം, എന്നാൽ നാളെ. അവളുടെ ഉള്ളിൽ വല്ലാത്ത വേദന നിറഞ്ഞു. ഒപ്പം നെഞ്ചിലൊരു ഭാരവും. യശോദ ചേച്ചി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്, അതിനെന്തൊക്കെയോ മറുപടിയും പറയുന്നുണ്ട്. പക്ഷേ മനസ്സിവിടെയൊന്നുമല്ല. പെട്ടെന്ന് തന്നെ കുളിച്ച് മുടി തോർത്ത് മുണ്ടിൽ അറ്റം കെട്ടിവെച്ച്
അലക്കിയ ബക്കറ്റും കൊണ്ട് വേഗം വീട്ടിലേക്ക് നടന്നു. ഇരുഭാഗത്തും കറുകപ്പുല്ല് നിറഞ്ഞു നിൽക്കുന്ന വഴിയാണ്. നടുവിലായി ചെറിയൊരു നടപ്പാത. അത് ചെന്നെത്തുന്നത് അല്ലിയുടെ വീട്ടിലേക്കാണ്. യശോദ ചേച്ചിയുടെ പശുക്കളെ കറുകപ്പുല്ലിനിടയിൽ കെട്ടിയാണ് പുള്ളിക്കാരി കുളിക്കാൻ വന്നത്. അവത് കഴിക്കുന്നുണ്ട്. അല്ലി പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് നടന്നു. അല്ലി എപ്പോൾ വന്നു? പിന്നിൽ നിന്നുള്ള ശബ്ദം കേൾക്കെ അല്ലി പിടിച്ചു നിർത്തിയതുപോലെ അവിടെ നിന്നുപോയി. വർഷങ്ങൾക്ക് ശേഷമാണ് ആ ശബ്ദം കേൾക്കുന്നത്. കണ്ണുകൾ എന്തുകൊണ്ടോ പിടയുന്നു. അവൾ പതിയെ തിരിഞ്ഞു നോക്കി. വിവിയേട്ടൻ, വിവേകെന്ന അല്ലിയുടെ വിവിയേട്ടൻ. അവൾ തിരിഞ്ഞ് വിളറിയ ചിരി ചിരിച്ചു. ആ മുഖത്തും തന്നെ കണ്ടതിൻ്റെ പകപ്പ് കാണാം. ആളാകെ മാറിയിരിക്കുന്നു. താടിയും മുടിയും വെച്ച് വല്ലാത്ത ഭാവം. വിവിയേട്ടൻ എപ്പോൾ വന്നു? ശബ്ദത്തിലെ ഇടർച്ചയറിയാതെ അവനെ നോക്കി ചോദിച്ചു. ഇന്നലെ എത്തിയിരുന്നു. ആൾ മുണ്ട് മടക്കി കുത്തി. തനിക്ക് മുൻപിൽ കൈകൾ പിണച്ചു കെട്ടി നിൽക്കുവാണ്. ഇനി തിരിച്ചു പോകുന്നില്ലേ? എന്തെങ്കിലുമൊക്കെ ചോദിക്കണമല്ലോ എന്ന് കരുതി ആളെ നോക്കി. ഇല്ലടോ, മതിയായി. നാട്ടിൽ തന്നെ കൂടാമെന്ന് കരുതി. അമ്മയ്ക്ക് പ്രായമായി വരികയല്ലേ. എത്രാന്ന് വെച്ചാണ് അന്യനാട്ടിൽ പോയി കിടക്കുന്നത്. അവൻ്റെ ആ പഴയ സൗമ്യത അല്ലിയുടെ ഉള്ളു നിറച്ചു. ആദ്യം കണ്ട മാത്രയിൽ കരുതിയത് കാഴ്ചയിലെ പോലെ തന്നെ ആള് വല്ലാതെ ഗൗരവക്കാരനായി എന്നാണ്. പ്രേമനൈരാശ്യം വന്ന മിക്ക ആണുങ്ങളും പിന്നീട് ഗൗരവക്കാരായി മാറുകയാണല്ലോ ചെയ്യുക. പോരാത്തതിന് മുൻപ് സ്നേഹിച്ച പെൺകുട്ടിയുടെ കൂടെയാവുമ്പോൾ ഗൗരവം ഒന്നുകൂടെ കൂടും. അല്ലി എന്താണ് വന്നത്? തികച്ചും ഔപചാരികത നിറഞ്ഞ ചോദ്യം. 2 ദിവസമായി വിവിയേട്ടാ. അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എന്തു പറ്റി? വയ്യടോ തനിക്ക്? പെട്ടെന്ന് തന്നെ ആ കണ്ണുകൾ തൻ്റെ മുഖമാകെ പരതുന്നത് കണ്ടപ്പോൾ പിടപ്പോടെ മുഖം മാറ്റിക്കളഞ്ഞു. അല്ലെങ്കിലും ഈ മനുഷ്യനെ പോലെ ആരും തന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ, മനുവേട്ടൻ പോലും. അവൾ പതർച്ചയോടെ ഉമിനീറിറക്കി. ഏയ്, കുഴപ്പമൊന്നുമില്ല വിവിയേട്ടാ. അവൾ കൈവിരലുകൾ മാക്സിൻ തുമ്പിൽ പിടിച്ചു. ആ പഴയ വെപ്രാളമാളെ കാണുമ്പോൾ. ഹസ്ബൻഡ്? ആ സ്വരം തളർന്നുവോ? ആളെ നോക്കുമ്പോൾ തന്നെ നോക്കി പുഞ്ചിരിയോടെ ചോദിക്കുകയാണ്. മനുവേട്ടന് സുഖമായിരിക്കുന്നു. പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു തിരിഞ്ഞു നടക്കാനൊരുങ്ങി. ഇനിയും ആ സംഭാഷണം തുടരാൻ താല്പര്യമില്ല. വീണ്ടും ആ പഴയ അല്ലിയാവാൻ വയ്യ. അമ്മ? മാളൂട്ടിയുടെ വിളി കേൾക്കെ ഇരുവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മാളൂട്ടിൻ കുണുങ്ങി കുണുങ്ങി അജിത്തിൻ്റെ വലിയ വാർച്ചെരുപ്പമിട്ട് തങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നു. വിവിയേട്ടൻ്റെ മുഖം വിടർന്നു. അവ വല്ലാതെ ചുമന്നു. കുഞ്ഞിനെ താൻ എടുക്കുമ്പോൾ കൗതുകത്തോടെ നോക്കുന്നുണ്ട് ആള്. ആരാ അമ്മ ഇത്? തൻ്റെ ചെവിയിൽ സ്വകാര്യമായി പറയുന്നത് വിവിയേട്ടൻ കേട്ടെന്ന് തോന്നുന്നു. അമ്മയുടെ ഫ്രണ്ടാ മോളെ. വിവേട്ടൻ കുസൃതിയോടെ മാളൂട്ടിയുടെ കവളിൽ ഒന്ന് തലോടി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടന്നകന്നു. അയാൾ നടന്നകലുന്നത് നോക്കി നിൽക്കെ വർഷങ്ങൾക്ക് മുൻപ് ആ കോരിച്ചോരിയുന്ന മഴയത്ത് അല്ലിയെ തനിച്ചാക്കി പോയ അല്ലിയുടെ വിവേകിനെ അവൾക്ക് ഓർമ്മ വന്നു. പെട്ടെന്ന് തന്നെ അവൾക്ക് മറ്റൊരുവൻ്റെ മുഖം ഓർമ്മ വന്നു. അല്ലിയുടെ വിവേക് എന്നേ മരിച്ചിരിക്കുന്നു. ആ സ്ഥാനത്ത് ഈ 3 വർഷം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ സ്ഥാനം പിടിച്ചിരിക്കുന്നു. തന്നെ നോക്കി നന്നായി പുഞ്ചിരിക്കാൻ അറിയാവുന്ന, തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന, പക്ഷേ വീട്ടുകാരെ പേടിയുള്ള ഒരുവൻ്റെ മുഖം തെളിഞ്ഞു വന്നു അല്ലിക്ക്. അവൾ പതിയെ പുഞ്ചിരിച്ചു. നിർവികാരതയോടെയുള്ള പുഞ്ചിരി. ശേഷം പതിയെ കുഞ്ഞിനെയും കൊണ്ട് അലക്കിയ തുണികളുള്ള ബക്കറ്റുമെടുത്ത് തിരിഞ്ഞു നടന്നു അവൾ.